മേടംകുളങ്ങര പൂക്കോട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഒരുപാട് കൊല്ലങ്ങളായിട്ടുള്ള അമ്പലമാണ്. ഒരു 1300 1400 കൊല്ലങ്ങൾ പഴക്കമുണ്ട്. ഈ ശാസ്താ ക്ഷേത്രത്തിനോട് അനുബന്ധിച്ചിട്ടാണ് 5 ഈശ്വരന്മാരാണ്. ഗണപതി ഭഗവാൻ, നരസിംഹമൂർത്തി, മഹാവിഷ്ണു, ശിവഭഗവാൻ. ഇതൊക്കെ തൊട്ടിട്ടാണ് കിടക്കുന്നത്. ഈ ശാസ്താ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് ശാസ്താവിനെ എന്തും നമ്മൾ കരഞ്ഞു പറഞ്ഞാൽ നടത്തിത്തരും. അത്രയും വിഷമത്തോടു കൂടി പറഞ്ഞാൽ ഞാൻ ശാസ്താവ് നടത്തിത്തരും. കാട്ടിലെ ശാസ്താവ്, അതാണ് മേടംകുളങ്ങര ശാസ്താവ്. ശാസ്താവിന് നമ്മൾ ഇവിടുത്തെ ഈ മേടംകുളങ്ങര അമ്പലത്തിൽ ശാസ്താ ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് നായക്കുട്ടി സമർപ്പണം. നായക്കുട്ടി സമർപ്പണം എന്ന് പറഞ്ഞാൽ കാട്ടിലെ ശാസ്താവ് വേട്ടയ്ക്ക് പോവാം. ആ സമയത്ത് ശാസ്താവിൻ്റെ കൂടെ എപ്പോഴും ഈ പട്ടിക്കുട്ടി നായ ഉണ്ട്. അതാണ് ഒരു സങ്കല്പം. എനിക്കും പറഞ്ഞു തന്ന അറിവാണ് വയസ്സായ ആളുകൾ. അപ്പോൾ ഈ ശാസ്താവിൻ്റെ അടുത്താണ് ഈ പട്ടിക്കുട്ടി ഇരിക്കണേ. അപ്പോൾ ആ ശാസ്താവിന് ആ പൂജ ചെയ്യുമ്പോൾ ആ കിട്ടുന്ന ചൈതന്യം ആ പട്ടിക്കുട്ടിക്കും കിട്ടുന്നുണ്ട്. ശാസ്താവിൻ്റെ അടുത്തുണ്ട് ആൾ, എങ്ങോട്ടും പോവില്ല. നമുക്ക് ഇവിടെ വന്ന് നമ്മുടെ എന്തെങ്കിലും ഒരു സാധനം കാണാനില്ലാണ്ടാവുക, നമുക്ക് മനസ്സ് വിഷമിച്ചിട്ട് എന്ത് കാര്യം നടന്നാലും ശാസ്താവിനെ വിളിച്ച് പറയാണ്, ശാസ്താവേ ഞാൻ ഒരു നായക്കുട്ടി സമർപ്പണം ചെയ്തേക്കാം, അതൊന്ന് നടത്തി തരണേ എന്ന് പറഞ്ഞാൽ ശാസ്താവ് നടത്തി തരും. എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ തിരുമേനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ തിരുമേനിൻ്റെ അടുത്ത് നമ്മൾ നായക്കുട്ടി സമർപ്പണം എന്ന് പറഞ്ഞാൽ തിരുമേനി ഉള്ളിൽ പോയി നിന്നിട്ട് നമുക്ക് ഇലയിലാണ് ആ നായക്കുട്ടിയെ കൊടുന്ന് തരണേ. ആ നായക്കുട്ടി അതിൽ വെച്ച് കഴിഞ്ഞ് പൂവും എല്ലാം ഉണ്ടാവും നായക്കുട്ടി. എന്നിട്ട് നമ്മളത് കയ്യിലെടുത്തിട്ട് നമ്മൾ നല്ലോണം വിചാരിക്കുകയാണ്. നമ്മൾ വിചാരിച്ച കാര്യം നടന്നിട്ടാണ് നമ്മൾ ചെയ്യണമെങ്കിൽ ശാസ്താവേ നന്ദി, ഇതേ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, അത് ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടറിഞ്ഞത്. ഇനി ഇതിനടുത്ത് കിടക്കുന്ന ശാസ്താവിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഗണപതി ഭഗവാൻ ഒറ്റപ്പം നേദിക്കുക. ആ ഒറ്റപ്പം നേദിക്കില്ല ആ ഗണപതി ഭഗവാന് നല്ലൊരു വഴിപാടാണ്. ഞാനത് ചെയ്യാറുണ്ട്. എനിക്ക് അതിനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്നല്ല, അതിലധികം അനുഭവം ഉണ്ടായിട്ടുണ്ട്. വിഷമിച്ചായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കാണാനില്ല, ഭഗവാനെ ഞാനൊരു ഒറ്റപ്പം കഴിച്ചേക്കാം, അത് നടത്തി തരും. പിന്നെ നരസിംഹമൂർത്തി, നാഴിയും പിഴി, അങ്ങനെ ഒരു വഴിപാടുണ്ട്. അതും നല്ലൊരു വഴിപാടാണ്. ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടുത്തെ ആൾക്കാർ കൂടാൻ്റെ പുറത്തുനിന്നായാലും ഇവിടെ വന്നിട്ട് സന്ദർശിക്കുന്നുണ്ട്. മഹാവിഷ്ണു, ശിവഭഗവാൻ എല്ലാവരും നല്ല ഉഗ്ര ചൈതന്യമുള്ള മൂർത്തികളാണ് മേടംകുളങ്ങരയിൽ ഇരിക്കുന്നത്.